ഇതെൻ്റെ തോൽവിയുടെ വിജയമാണ്. ജീവിതത്തിൽ ഇത്രയും വലുതാക്കി ഒരു 3-4 വർഷത്തിനിടയ്ക്ക് ഞാൻ എടുത്തിട്ടില്ല ഇത്രയും കുഞ്ഞുങ്ങളെ. പാക്കറ്റ് ഫീഡ് മാത്രം കൊടുത്ത് വളർത്തിയെടുക്കുന്നതാണ്. അങ്ങനെ പാക്കറ്റ് ഫീഡ് കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലാഭവും ഇല്ല കേട്ടോ. കാരണം നമ്മുടെ സന്തോഷത്തിന് മാത്രം ചെയ്യുകയാണെങ്കിൽ ലാഭം, അല്ലെങ്കിൽ നമ്മൾ കൈത്തീറ്റൊക്കെ ഒപ്പിച്ച് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6:30-7 മണിയാകുമ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് അതേ സമയത്ത് ഞാൻ തിരിച്ചു വരുത്തുള്ളൂ. നിങ്ങളെ നോക്കാനായിട്ട് ഞാനല്ലാതെ വേറെ ആരും ഇല്ലതാനും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സന്തോഷത്തിന് വളർത്തുമ്പോൾ പിന്നെ വീട്ടിൽ കൂടുതലും അസീല, ഇത് പോരുകോഴിയാണ്. പോരുകോഴിയാണെങ്കിൽ പൂവന് പോരുകോഴിയല്ല, ഒരു ഇനത്തിൽപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി ഫസ്റ്റ് ഓൾഡ് ലൈനേജ് അസീൽ വല്ലതും ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്നടാ നമ്മളെന്ന് പിന്നെ ഇതങ്ങനെ വളർത്തിയെടുത്തത് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടറും പച്ചവെള്ളം മാത്രം. കണ്ടോ, ആ ചെറിയ കൂട്ടിൽ 9 കുഞ്ഞുങ്ങളും അവളൊക്കെ കിടക്കുന്നത്. ഈ കൂട്ടിൽ ഇത്രയും വലിയ കൂട്ടിൽ ഇവളും 7 മക്കളും. അപ്പുറത്തെ കൂട്ടിൽ ഒരു കുഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ഗിനിക്കുഞ്ഞൊക്കെ പുറത്ത് ചാടി പട്ടി പിടിച്ചു. ഒറ്റ ശ്രദ്ധക്കുറവാട്ടോ. ഈ കൂട്ടിലാണെങ്കിൽ നമ്മുടെ കരിങ്കോഴി മക്കളും കിടപ്പുണ്ട്. എല്ലാത്തിനെയും കൂടെ തുറന്നു വിട്ടാൽ ഒരു പുകിൽ നടക്കുന്ന കാരണമാണ് പലപ്പോഴും എല്ലാവരും ഈ പാക്കറ്റ് ഫീഡിൽ തന്നെ നിന്ന് വളരുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ സെക്കൻഡ് ബാച്ച് വിരിഞ്ഞൊരു കുഞ്ഞാ, ഇവൻ്റെ കുഞ്ഞാ, കാണാൻ സുന്ദരനല്ലേ. ഈ ഒരു മോഡൽ അങ്ങനെ കണ്ടു കിട്ടാനൊന്നുമില്ല. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കോഴി വളർത്താനൊക്കെ വെക്കും. പക്ഷേ പാക്കറ്റ് ഫീഡ് മാത്രം ആശ്രയിച്ച് ഒരിക്കലും വളർത്തരുത്. ഇവത്തിൽ ഒരു 4 കരിങ്കോഴിയും പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ചെറുക്കൻ്റെ കുഞ്ഞുങ്ങളാട്ടോ. ഇതും രാവും പകലും ഈ മൺകുട്ടി തന്നെ കിടക്കുന്നത്. ഇവിടെ നാടൻ വരെ ആയതുകൊണ്ട് വണ്ണം കുറവായതുകൊണ്ട് ഒരു ക്യാപ്പുണ്ട്, അതിലേ പോകും. ഈ വാലില്ലാത്തവൻ പൂവൻ കുഞ്ഞാട്ടോ. ആ വാലുള്ളതൊക്കെ കരിങ്കോഴി കുഞ്ഞുങ്ങളെല്ലാം പിടയാണ്. ഇത് 3 ബാച്ചായിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ്. ഇവൾക്ക് 2 കുഞ്ഞുങ്ങളെ വിരിഞ്ഞുള്ളൂ. എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിന് ചെയ്യുമ്പോൾ അടിപൊളിയല്ലേ. പിന്നെ നമ്മുടെ മണിത്താറാവിൻ്റെ കൂടാട്ടെ ഏറ്റവും മോശമായ കൂടായത്. ഈ കൂട് ഇങ്ങനെ ആകത്തുള്ളൂ, കാരണം ഇതുങ്ങൾ വെള്ളത്തിൽ കളിക്കുന്ന കാരണം. ശേഷം വളർന്നെന്ന് എനിക്ക് വിശ്വാസം. ഇവിടെ പേടയും അത് പോകാൻ തന്നെയാണ്. വേണോ? നമ്മുടെ ബ്രോയിലർ ഇറച്ചിക്കടക്കായിട്ട് കൊണ്ട് കൊടുക്കുന്ന കോഴിയാട്ടോ. അപ്പം അവിടെ നമ്മൾ മേടിച്ച് അവർ പിന്നീട് മേടിക്കാൻ ചിലപ്പോൾ തരത്തില്ല, ചത്തുപോകുന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല, നമ്മുടെ ഇറച്ചിക്കടയിൽ കോഴിക്കുഞ്ഞുങ്ങൾ വരുന്നത് നമ്മൾ ഈ പാക്കറ്റ് ഫീഡ് നമ്മൾ എന്താണോ കൈ കിട്ടുന്ന ആ തീറ്റ കൊടുത്ത് ഇണക്കിയെടുത്ത് തന്നെ വളർന്നു വരും. ഒത്തിരിയുള്ള ഒരുത്തം നമ്മുടെ പൂവൻ ചക്കം കൊത്തിക്കൊന്നതായിരിക്കണം. ഇവിടെ ഈ മോശമായ കൂട്ടി തന്നെ അവിടെ കിടക്കുന്നത്. രാത്രി കമ്പി കയറി കിടക്കും. പിന്നെ ഇതാ നമ്മുടെ കൂട്ടിൽ വിരിഞ്ഞ് റിസൾട്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ഇതേപോലെ വരുമെന്നാട്ടോ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞ് നമ്മൾ പൂവൻ കുഞ്ഞുങ്ങളെ കൊടുത്തായിരുന്നു, കാരണം വെച്ചാൽ ഒരേ ലൈനിലുള്ളത് നമ്മൾ ക്രോസ് ചെയ്യണ്ടല്ലോ എന്നും പറഞ്ഞു. പിന്നെ അപ്പുറത്തെ കൂട്ടിൽ പാഴ്സിക്കോഴി, നമ്മൾ ഈടെ മേടിച്ച കാപ്പിക്കുരിക്കോഴി, പിന്നെ ടർക്കി, ഒരു ഗിനി നമ്മുടെ ടർക്കി കൂട്ടം കൊത്തി തീരുമാനം ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നത്. ഈ ഇതിനേക്കാൾ മുമ്പ് അടവെച്ച കോഴിയാണ് ഇത്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച്. അവൾ മുട്ടയെല്ലാം വേറൊരു കോഴി കൊത്തിപ്പൊട്ടിച്ചാലും രണ്ടാമത് അടയിരിക്കുക. അത്യാവശ്യം കുഞ്ഞുങ്ങളെ നോക്കുന്നത്. പക്ഷേ പേഷ്യൻ്റ് അത്യാവശ്യമുണ്ട്. നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിക്കുമ്പോഴും അതേസമയം നമ്മൾ തള്ളക്കോഴിക്ക് വിരിക്കുമ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇൻക്യുബേറ്ററിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഓട്ടോമാറ്റിക് ആണെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ പ്രശ്നം വരും. ഈ തള്ളക്കോഴി ആകുമ്പം ഒന്നും പേടിക്കണ്ട. പിന്നെ അട വെക്കുമ്പോൾ നല്ല തോതിൽ പേം വരും കേട്ടോ. ഇവളൊക്കെ മുട്ടയിടാറായി കേട്ടോ നമ്മുടെ. പക്ഷേ ഈ കാണാൻ ചാര കത്തിക്കാനും ഇവല് വെത്തുകാലം എത്തിപ്പെടുന്ന കോഴി കേട്ടോ. നമ്മുടെ ചെക്കന് തീറ്റ കഴിഞ്ഞിട്ട് അല്ലടാ കഴിഞ്ഞിട്ട് കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ചെക്കന് കാലൊക്കെ വികലാംഗനാണേലും അവൻ അടിപൊളി ചെക്കനാട്ടോ. കാട്ടുമ്പോ ഇത്ര സൗന്ദര്യമൊന്നും ഇല്ലായിരുന്നു, വാലൊന്നും ഇല്ലാത്ത ഇതേപോലത്തെ ഒരു കുറ്റി വാലൊക്കെ ഉള്ളായിരുന്നു. ഇതേപോലത്തെ സെറ്റപ്പാക്കി എടുത്ത് സെറ്റപ്പായി വന്നതാ വലിയ കൂട്ടില്. ഇവര് കാണുന്ന ഒരു മനുഷ്യൻ ഞാൻ മാത്രമായതുകൊണ്ട് കേട്ടോ ഇത്ര അടുപ്പം. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു കോഴിനെങ്കിലും വളർത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ നഷ്ടമൊക്കെ വരും. കണ്ടോ, ഒരു നാടൻ കോഴിയും ഒരു അസീൽ വീടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഡി കയറിപ്പൊടി കുട്ടില് കയറിപ്പിക്കേ.
ഡി കയറിപ്പൊടി, കറങ്ങി തിരിഞ്ഞ് കയറിപ്പോ, കയറിപ്പോടി.